പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ഒരു പുതിയ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്വിസാണ്. ക്വിസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം, ബുക്ക് ഓഫ് ആക്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് ദൈവവചനം പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും കർത്താവായ ദൈവത്തിനെ പറ്റി അറിയുന്നതിനുമൊക്കെ വളരെ പ്രയോജനകരമാണ്. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കുക. ഫസ്റ്റ് ചാപ്റ്റർ പലരും പറയാറുണ്ട് വായിച്ചാൽ മനസ്സിലാകുന്നില്ലെന്ന്. ഇതിലൂടെ നിങ്ങൾക്ക് ഇതിന് മനസ്സിലാക്കുന്നതിനും ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്നതിനും ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുന്നതിനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോസ്തല പ്രവൃത്തി എന്ന പുസ്തകം എഴുതിയത് ആര്? ലൂക്കോസാണ് എഴുതിയത്. ആർക്കാണ് എഴുതിയത്? തെയോഫിലോസിന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യേശു ആരോഹണം ചെയ്യും മുമ്പ് അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ നൽകിയത് എന്ത്? കൽപ്പന. മൂന്നാമത്തെ ചോദ്യം, യേശു കഷ്ടം അനുഭവിച്ച് ഉയർത്തെഴുന്നേറ്റ ശേഷം എത്ര നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി? 40 നാളോളം. നാലാമത്തെ ക്വസ്റ്റ്യൻ, എന്തിനെക്കുറിച്ചുള്ള കാര്യമാണ് 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് കർത്താവായ യേശു പ്രത്യക്ഷമായ ശേഷം സംസാരിച്ചത്? ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ കാത്തിരിക്കണമെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്തിനാണ്? പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ടാണ് കാത്തിരിക്കാനായിട്ട് പറഞ്ഞത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ എന്തുകൊണ്ടുള്ള സ്നാനം ലഭിക്കുമെന്നാണ് യേശു പറഞ്ഞത്? പരിശുദ്ധാത്മാവിനാൽ. അതാണ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വരുമ്പോൾ അവർ എവിടെയെല്ലാം യേശുവിൻ്റെ സാക്ഷികളാകുമെന്നാണ് യേശു പറഞ്ഞത്? യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകുമെന്ന് യേശു പറഞ്ഞു. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ത് ലഭിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ശക്തി ലഭിക്കുമെന്ന്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മേഘം അവനെ മൂടിയിട്ട് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ആര്? ആരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞത്? യേശു. ആരുടെ കാഴ്ചയ്ക്കാണ് മറഞ്ഞത്? അപ്പോസ്തലന്മാരുടെ. പത്താമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കാണുന്നത് പോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് ആര് ആരോട് പറഞ്ഞു? വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അപ്പോസ്തലന്മാരോടാണ് ഇത് പറഞ്ഞത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളവസ്ത്രം ധരിച്ച പുരുഷന്മാർ അപ്പോസ്തലന്മാരെ സംബോധന ചെയ്തത് എങ്ങനെ? ഗലീല പുരുഷന്മാരെ എന്ന്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഒലിവ് മല വിട്ട് അപ്പോസ്തലന്മാർ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പോയത് എവിടെയാണ്? ആൻസർ, യെരുശലേമിലേക്ക്. 13ാമത്തെ ക്വസ്റ്റ്യൻ, യെരുശലേമിൽ നിന്ന് ഒലിവ് മല വരെയുള്ള ദൂരം എത്രയാണ്? ഒരു ശബ്ബത്ത് ദിവസത്തെ വഴിദൂരം. 14ാമത്തെ ക്വസ്റ്റ്യൻ, യേശുവിൻ്റെ അമ്മയായ മറിയയോടും മറ്റ് സ്ത്രീകളോടും ഒപ്പം അപ്പോസ്തലന്മാർ പ്രാർത്ഥന കഴിച്ചു പോകുന്നത് എവിടെയാണ്? ആൻസർ, യെരുശലേമിലെ മാളികമുറിയിൽ. 15ാമത്തെ ക്വസ്റ്റ്യൻ, എത്ര പേരുള്ള സഹോദര സംഘത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് പത്രോസ് പ്രസംഗിച്ചത്? ആൻസർ, ഏകദേശം 120 പേർ. 16ാമത്തെ ക്വസ്റ്റ്യൻ,
ആരോടൊക്കെയാണ് ഒരു മനസ്സോട് നിരന്തരം പ്രാർത്ഥന കഴിച്ചു വന്നത്? അപ്പോസ്തലന്മാർ ആരോടൊക്കെയാണ് ഒരു മനസ്സോട് നിരന്തരം പ്രാർത്ഥന കഴിച്ചത്? സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ. യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആര് മുഖാന്തരം മുൻപറഞ്ഞ തിരുവെഴുത്താണ് നിവർത്തി വന്നത്? ദാവീദ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, അനീതിയുടെ കൂലി കൊണ്ട് നിലം മേടിച്ചവൻ ആര്? യൂദാസ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, തലകീഴായി വീണ് നടുവേ പിളർന്ന് മരിച്ച ആരാണ് മരിച്ചത്? യൂദാസ് ഇസ്കരിയോത്ത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, അക്കൽദാമ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? രക്തനിലം. അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തന ഭാഗം. 21ാമത്തെ ക്വസ്റ്റ്യനാണ്. ആൻസർ സാംസ് 69:25. സങ്കീർത്തന പുസ്തകം 69:25. 22ാമത്തെ ക്വസ്റ്റ്യൻ, ആരൊക്കെയാണ് യൂദയ്ക്ക് പകരമായി സ്ഥാനമേൽക്കാൻ നിർത്തപ്പെട്ടത്? യുസ്തോസ് എന്ന പേരുള്ള ബർഷബ എന്ന യോസേഫും മത്യാസുമാണ്. 23ാമത്തെ ചോദ്യം, ചീട്ട് വീണത് ആർക്കാണ്? മത്യാസിനാണ്. 24ാമത്തെ ചോദ്യം, മത്യാസിനെ തിരഞ്ഞെടുത്തവർ എത്ര പേർ? 120 പേർ. അടുത്തത്, അപ്പോസ്തലന്മാരോട് എണ്ണപ്പെട്ടത് ആര്? മത്യാസ്. അടുത്തത്, 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 26. ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ മൊത്തം കംപ്ലീറ്റ് ആണ്. നിങ്ങൾ വായിക്കേണ്ട കാര്യമേ ഇല്ല. ഈ ക്വിസ് മാത്രം കേൾക്കുക, പഠിക്കുക, എന്നിട്ടൊന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. വചനം ശക്തിയുള്ളതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.